സോ യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എച്ച് പിയുടെ വിക്ടസ് ആണ്. വിക്ടസിന്റെ Ryzen 7 RTX 4050 വെർഷനാണ്. യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ കോഴ്സ്. OS designed and engineered by HP. യെസ്, ഇത് എച്ച് പിയുടെ ആണ് വിക്ടസ്. മിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടില്ല, തുറക്കാൻ നേരം ഒരു നല്ലൊരു സ്ലീക്ക് ഡിസൈനാണ് വരുന്നത്. വിക്ടസിന് ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 15 ഇഞ്ച് സീരീസാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ 15 ഇഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് ഗെയിമിങ്ങിലാണെങ്കിലും വീഡിയോ കാണാനാണെങ്കിലും നല്ലൊരു വലുപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടും നോർമൽ ഒരു ലാപ്ടോപ്പിനെ അപേക്ഷിച്ച്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു USB Type-C പോർട്ടും അതുപോലെ തന്നെ RJ45 HDMI കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ AC സ്മാർട്ട് പിന്നും ഹെഡ്ഫോൺ ജാക്കും ഒരു USB Type-A കൂടെ HP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഇതാണ്. ഒത്തിരി ഒച്ചയൊന്നുമില്ല, ഒരു ചെറിയൊരു ഒച്ചയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ Ryzen 7 8845 HS ഹൈ പെർഫോമൻസിൻ്റെ ലാപ്ടോപ്പാണ്. പിന്നെ നിവിഡിയയുടെ GeForce RTX 4050 ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 6GB RAM ആണ് ഗ്രാഫിക്സ് കാർഡിൻ്റെ മാത്രം വീഡിയോ മെമ്മറി വരുന്നത്. പിന്നെ ടോട്ടൽ ലാപ്ടോപ്പിൻ്റെ റാം എന്ന് പറയുന്നത് 15GB റാമും അതുപോലെ തന്നെ 512GB സ്റ്റോറേജും ആയിരുന്നത്. ലാപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്പോർട്ടി ഡിസൈനിൽ വിക്ടസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ OS ഡിസൈൻഡ് ബൈ HP എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് AMD Ryzen 7 8845 HS സീരീസ് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഗെയിമിങ്ങിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ NVIDIA GeForce RTX 4050 ആയതുകൊണ്ട് തന്നെ മിക്ക ഗെയിംസും ഈസി ആയിട്ട് 1080pയിലും അതിൻ്റെ മുകളിലും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനുണ്ട്. 144 Hz ആണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേക്കിടയിൽ ഒരു V കൊടുത്തിട്ടുണ്ട്. അതും ഒരു സ്പോർട്ടി ഒരു ഗെയിമിംഗ് ഡിസൈൻ സ്റ്റൈലിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ 120 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ വെൻറ്റ് വരുന്നത് വിക്ടസ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ 2 ഫാനോട് കൂടിയാണ് ഇതിന് വരുന്നത്. എയർ വെൻറ്റ് ഇതിൻ്റെ അടിയിലാണ് ഫാൻ വരുന്നത്, ബാക്കിലാണ് ഇതിൻ്റെ എയർ ഫ്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ കുത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഹീറ്റും കാര്യങ്ങളെല്ലാം ഈ ഫാൻ യൂസ് ചെയ്ത് ഇത് ഔട്ടാക്കുന്നതായിരിക്കും. HP ലാപ്ടോപ്പ് വെളിയിൽ ഇറക്കിയേക്കുന്ന ഒരു ഗെയിമിംഗ്, അതായത് വിക്ടസ് ബൈ ഗെയിമിംഗ് എന്നുള്ളൊരു പേരിലാണ് ഇറക്കിയേക്കുന്നത്. അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും ഇത് ഏത് കമ്പനിയാണെന്ന് ഫസ്റ്റ് ടൈം കണ്ടാൽ മനസ്സിലാവത്തില്ല. കാരണം ഇത് മിക്ക ലാപ്ടോപ്പും പോലെ HP ലോഗോ അല്ല കൊടുത്തിരിക്കുന്നത്, പകരം വിക്ടസിൻ്റെ ഒരു V ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിനടി വരുന്ന 2 ഫാന്. ഇതാണ് എയർ ഇൻടേക്ക്. അതുപോലെ തന്നെ ഈ വിക്ടസ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ടടിയിലാണ് ഇതിൻ്റെ എയർ ഔട്ട്പുട്ടും വരുന്നത്. നല്ലൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ മിക്ക ഗെയിമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സ്റ്റൈലിലാണ് ഇപ്രാവശ്യം HP അതിന് V എന്ന് പറയുന്നൊരു ഡിസൈനിൽ ഇറക്കിയേക്കുന്നത്, HP ലോഗോ കൊടുക്കാതെ. അതുപോലെ നമുക്ക് വെബ് ബ്രൗസിങ്, അതുപോലെ പേഴ്സണലായിട്ടുള്ള യൂസ്, ഇതിനെല്ലാം ഒരു ബെസ്റ്റ് കമ്പ്യൂട്ടറാണിത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ, അതുപോലെ നമ്മൾ കാണുന്ന വീഡിയോയ്ക്ക് 8K 60 FPS വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. 4K 60 FPSൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ AI എൻഹാൻസ്മെൻറ്റ് ടൂള്, അങ്ങനെ കുറച്ച് എഡിറ്റിംഗ് ടൂൾസ് അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിവിഡിയയുടെ ഗ്രാഫിക്സ് ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നിവിഡിയയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് നല്ല രീതിയിലുള്ള എഡിറ്റിങ്ങും സ്റ്റുഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു Ryzen 7 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഈ ഒരു ലാപ്ടോപ്പ്. അതുപോലെ തന്നെ നോർമൽ ഓഫീസ് വർക്കും മോശമല്ല കേട്ടോ. ഇതുപോലൊരു നല്ല പ്രൊസസ്സർ കിട്ടാൻ നേരം എന്താണ് നോർമൽ ഒരു ഓഫീസ് വർക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റും. മൾട്ടി ടാസ്കിങ്, അതുപോലെ തന്നെ മൾട്ടി വെബിങ്, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊസസ്സർ തന്നെ ധാരാളമാണ്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 144 Hz ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പീഡ് നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ നേരം കിട്ടുന്നതാണ്. വിക്ടസിൻ്റെ ഒരുപാട് വെർഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ RTX 4050 ആണ്. RTX 3050 ഉണ്ട്, RTX 2050 ഉണ്ട്, Ryzen 5 ഉണ്ട്. നിങ്ങളുടെ യൂസ് ഏതാണോ ആ യൂസിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. Ryzen 5 വേണോ Ryzen 7 വേണോ. ഇനി നമുക്ക് GTA 5ൻ്റെ ചെറിയൊരു ഗെയിം പ്ലേ വിഷ്വൽ കണ്ടുവരാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് GTA 5 കളിക്കുന്ന ചെറിയൊരു വിഷ്വലാണ്. അപ്പം നല്ല രീതിയിൽ നല്ല 144 FPSലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഹേർട്സ് ഗെയിം കളിക്കാൻ നേരം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്.
ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പി സിയുടെ സ്പെക്കാണ്. CPU മെമ്മറി കണ്ടില്ലേ 16 GB ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ MZVL8512 FLU എന്ന് പറയുന്നൊരു ചിപ്പാണ് വരുന്നത്. ഒരു സ്റ്റോറേജ് Wi-Fi 6 ആണ് അതിന് വരുന്നത്. പിന്നെ അടിയിൽ NPU വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് യൂണിറ്റ്, ഗ്രാഫിക്സ് പ്രോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVIDIA GeForce RTX 4050 ആണ് വരുന്നത്. അതുപോലെ റേഡിയോൺ ഗ്രാഫിക്സും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ചാർജർ വരുന്നത്. ചാർജർ 120 വാട്ട്സിന്റെ ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ പെർഫോമൻസ്, ഇതിലൊരു പെർഫോമൻസ് മോഡ് ഇടുവാണെങ്കിൽ ഒരു ഹൈ പെർഫോമൻസിൽ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഓടിക്കാൻ പറ്റും. ഈ സഡൻ ആയിട്ടുള്ള GTA 5, അതുപോലെ തന്നെ Resident Evil, അതുപോലെ ഇനിയും വരുന്ന GTA 6, അതുപോലെ തന്നെ വേറെ പല പല ഗെയിംസ്, വാലറന്റ് അതുപോലെ കുറെ അധികം ഗെയിംസ് ഇതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റും. അതൊരു ഹെവി റിഫ്രഷ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഇതിന്റെ ഏകദേശം ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ലിമിറ്റഡ് ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് അറിയത്തുള്ളൂ. എനിക്കറിയാവുന്ന അത്ര ഞാൻ ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഒരു ലാപ്പിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 96 ആണ് വരുന്നത്. അപ്പം നമുക്ക് ഓഫറിനും കാര്യങ്ങളും ഒക്കെ ഒരു 87,500 കിട്ടും മെയിൻലി. പിന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചിപ്പ് സെറ്റ്, അതുപോലെ ഈ ഗ്രാഫിക്സ് കാർഡിന്റെ റേറ്റ് അനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ടൈപ്പ് ഗ്രാഫിക്സ് കാർഡാണോ, ഏത് ടൈപ്പ് പ്രൊസറാണോ, Ryzen 5 ആണെങ്കിൽ വില കുറയും. ഇത് Ryzen 7 ആയതുകൊണ്ട് ഏകദേശം 1 lakh റേഞ്ച് വരും. പിന്നെ RTX ഗ്രാഫിക്സ് കാർഡിന്റെ റേഞ്ച്, ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ കുറഞ്ഞാണ്. 2050 ആണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ 40,000 രൂപ കുറയാൻ ചാൻസ് ഉണ്ട്. 4050 ആണെങ്കിൽ അത് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം തന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡിന്റെ വില നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു ഗെയിമിംഗ് പർപ്പസിനും അതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോ പർപ്പസിനും ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് ആയിട്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു പെർഫോമൻസ്, എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് ഇതൊരു അടിപൊളി വെർത്തിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒത്തിരി ലെങ്തി ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. ബൈ ഗൈസ്, സൈനിങ് ഓഫ്.